രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണല്ലേ? നമ്മൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. 4ാം ക്ലാസ്സിലെ നമ്മുടെ പുസ്തകത്തിൻ്റെ പേരെന്താ? എല്ലാവർക്കും അറിയാമോ? അറിയാമല്ലേ? എന്താ പേര്? ജീവൻ്റെ നീർച്ചാലുകൾ. ഈ പുസ്തകത്തിൽ നാം എന്തിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്? ശരിയാ, എന്തിനെക്കുറിച്ചാണ്? കൂദാശകളെക്കുറിച്ചല്ലേ? അപ്പോൾ നമുക്ക് എത്ര കൂദാശകളാണ് ഉള്ളത്? എത്രയാ? 7 കൂദാശകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് കൂദാശയെക്കുറിച്ചാണ് പഠിച്ചത്? രോഗിലേപനം അല്ലേ? ശരിയാ. അപ്പോൾ അടുത്ത കൂദാശ ഏതാ? ഒന്ന് പറഞ്ഞേ, ഏതാണ്? തിരുപ്പട്ടം. ഈ തിരുപ്പട്ടം എന്ന കൂദാശയെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഈ കൂദാശകളെല്ലാം വേണ്ട വിധത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ആരാ? പരിശുദ്ധാത്മാവാണല്ലേ? ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുന്നതിനായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിൽ ആശ വീശുന്ന മോഹന ദിവ്യദാനമേ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോ? മിടുക്കരാട്ടോ. എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മളിനി പഠിക്കുന്ന കൂദാശ ഏതാന്നാ പറഞ്ഞത്? തിരുപ്പട്ടം. തിരുപ്പട്ടം എന്ന കൂദാശ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളിൽ ചിലരൊക്കെ തിരുപ്പട്ടം എന്ന കൂദാശ കണ്ടിട്ടുണ്ട്. നമുക്ക് ജനിക്കുമ്പോൾ ലഭിക്കുന്ന മാമോദീസ മുതൽ നമ്മുടെ മരണം വരെയുള്ള കൂദാശകളെല്ലാം നമുക്ക് നൽകുന്നത് ആരാ? പുരോഹിതർ അല്ലെങ്കിൽ അച്ഛന്മാരാണ് നമുക്ക് ഈ കൂദാശകളെല്ലാം സഭയിൽ നിർവഹിച്ചു തരുന്നതല്ലേ? ഈ പൗരോഹിത്യം എന്ന കൂദാശ നമ്മൾ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞതല്ലേ? എങ്കിൽ സിസ്റ്റർ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിവിടെ കാണിക്കാം. അവരുടെ സ്വാർത്ഥ നാമം
എല്ലാവരും വീഡിയോ കണ്ടോ? നമ്മൾ എന്താ വീഡിയോയിൽ കണ്ടത്? പൗരോഹിത്യം സ്വീകരിക്കുവാനായി ഒരുങ്ങി നിൽക്കുന്ന ഡീക്കനെ അല്ലെങ്കിൽ വൈദികാർത്ഥിയാണ് കണ്ടതല്ലേ? നമ്മൾ വീഡിയോയിൽ കണ്ടു എത്ര വിശിഷ്ടവും സമുന്നതവുമാണ് പുരോഹിത നീ ഏറ്റെടുക്കുന്ന ഈ വിശിഷ്ട സ്ഥാനമെന്ന്. സിസ്റ്റർ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈശോയ്ക്ക് എത്ര ശിഷ്യന്മാരാണ് ഉണ്ടായിരുന്നത്? എത്രയാ? 12 അല്ലേ? ഈശോ തന്നെ അനുഗമിച്ച 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഈശോ അവർക്ക് ചില ദൗത്യങ്ങളൊക്കെ നൽകി. എന്താണ് ഈശോ അവർക്ക് കൊടുത്ത ദൗത്യങ്ങളെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് നോക്കാം. ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവിടുന്ന് അവർക്ക് ദൗത്യങ്ങൾ നൽകി. അത് തന്നോട് കൂടിയായിരിക്കുക, സുവിശേഷം പ്രസംഗിക്കുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. ഏതാണ്? സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവിടുന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചുവെന്ന് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ നാം കാണുന്നു. ഈ ശിഷ്യന്മാരുടെ കാലഘട്ടത്തിനു ശേഷം സഭയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ ഈ വൈദികർ. മനസ്സിലായോ? ഇനി മറ്റ് കൂദാശകളെല്ലാം, മാമോദീസ, സ്ഥൈര്യലേപനം, കുംഭസാരം, ഈ കൂദാശകളെല്ലാം സഭയിൽ നമുക്ക് നിർവഹിച്ചു തരുന്നത് ആരാ? അച്ഛന്മാര് അല്ലെങ്കിൽ പുരോഹിതരാണല്ലേ. എന്നാൽ പൗരോഹിത്യം എന്ന കൂദാശ നമുക്ക് നൽകുന്നത് ആരാ? നമ്മൾ വീഡിയോയിൽ കണ്ടതാ. ആരായിരുന്നു? മെത്രാനാണല്ലേ. മെത്രാന്റെ കൈവപ്പ് ശുശ്രൂഷ വഴിയാണ് സഭയിൽ പൗരോഹിത്യം എന്ന കൂദാശ നൽകപ്പെടുന്നത്. ഇനി ഈ പുരോഹിതർ ആരാണ് എന്ന് ഹെബ്രായരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. അതാരാണ്? ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് എന്ന് ഹെബ്രായരുടെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്നു. എങ്ങനെ? ജനങ്ങളിൽ നിന്നും, അതായത് നമ്മളിൽ നിന്നും നമ്മളിൽ ഒരാളെ അവിടുന്ന് തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ ബലിയും കാഴ്ചകളും അൾത്താരയിൽ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പുരോഹിതൻ നിയമിക്കപ്പെടുന്നത് എന്ന് നാം ഇവിടെ കാണുകയാണ്. ഇനി പുരോഹിതൻ അഥവാ പ്രീസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്താ? പുരോഹിതൻ എന്നാൽ മുൻപിൽ വയ്ക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ദൈവജനത്തിന് മുൻപിൽ നിന്നുകൊണ്ട് നമ്മെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് ഈ പുരോഹിതർ. ഇനി സഭയിൽ പുരോഹിതർക്ക് ചില പ്രധാന ധർമ്മങ്ങളൊക്കെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? പുരോഹിതരുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് പഠിപ്പിക്കുക, 2 വിശുദ്ധീകരിക്കുക, 3 നയിക്കുക. എന്താ പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ എന്തു ചെയ്യുന്നു? വൈദികൻ സുവിശേഷം വായിച്ചതിന് ശേഷം അത് നമുക്ക് വ്യാഖ്യാനിച്ചു തരികയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പം എന്ത് പഠിപ്പിക്കുന്നു? സുവിശേഷം പഠിപ്പിക്കുന്നു. ഇനി നമ്മെ വിശുദ്ധീകരിക്കുന്നു. എങ്ങനെയാ വിശുദ്ധീകരിക്കുന്നത്? സഭയിലെ കൂദാശകൾ നമുക്ക് നൽകിക്കൊണ്ട്, അല്ലെ കൂദാശകൾ നിവർത്തിച്ചുകൊണ്ട് അവിടുന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഇനി നമ്മെ നയിക്കുന്നു. എങ്ങോട്ട് നയിക്കുന്നു? സിസ്റ്റർ മുമ്പ് പറഞ്ഞായിരുന്നു. മുൻപിൽ നിന്നുകൊണ്ട് നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നയിക്കുന്നവരാണ്
പുരോഹിതർ. അപ്പോൾ ഇവരുടെ പ്രധാന ധർമ്മങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഒന്നോർത്തു നോക്കിയേ. പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നീ ധർമ്മങ്ങളാണ് പുരോഹിതരിൽ പ്രധാനമായും നിർവഹിക്കുവാനുള്ളത്. ഇങ്ങനെ നമ്മെ ആത്മീയമായി സ്വർഗത്തിലേക്ക് നയിക്കുന്ന പുരോഹിതർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതല്ലേ? പ്രാർത്ഥിക്കണ്ടേ? നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് ഇവർ ഇന്നും ലോകത്തിൽ കളങ്കമില്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പുരോഹിതർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിൽ പുരോഹിതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അത്? ചിലർക്കെല്ലാം അറിയാം. എങ്കിൽ അറിയാൻ മേലാത്തവർ എന്തു ചെയ്യണം? അടുത്ത ആഴ്ച ക്ലാസ്സിൽ വരുമ്പോൾ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിച്ചിട്ട് വരണം കേട്ടോ. മറന്നു പോകുമോ? ഇല്ല. അപ്പോൾ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിച്ചിട്ട് വരിക. നമുക്ക് ഇപ്പോൾ വൈദികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ വിശുദ്ധ കുർബാന, അവിടുത്തെ കൂദാശകൾ സഭയിൽ നിർവഹിക്കുവാനായി അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന എല്ലാ വൈദികരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം കളങ്കമേൽക്കാതെ എപ്പോഴും അങ്ങയോട് ചേർന്നുള്ളതായിരിക്കുവാൻ അങ്ങോടുന്ന് തന്നെ ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ നിത്യം പുരോഹിതരെ കാത്തുകൊള്ളണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.